ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്? അതെ, ഒരു മാസത്തിന് കൂടുതലായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട്. കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോട്ടെ, ഈ നാലമ്പല ദർശനം എന്താണെന്നറിയോ? അപ്പോ നാലമ്പല ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസത്തില് പൊതുവെ നമ്മള് രാമക്ഷേത്രത്തിൽ പോകുന്നതിനാണ്, രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രത്തിൽ പോകുന്നതിനാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്റെ അറിവില് ഇത് രണ്ട് സ്ഥലത്തുണ്ട്. ഒന്ന് തൃശ്ശൂർ ജില്ലയില് തൃപ്രയാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഈ നാലമ്പലങ്ങൾ സ്ഥിതി ചെയ്തിട്ടുണ്ട്. അതേപോലെ പാലയ്ക്കടുത്ത് രാമപുരം എന്ന സ്ഥലത്ത് ഈ പറയുന്ന നാലമ്പലങ്ങൾ, ഏത് രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രം സ്ഥിതി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പാലയ്ക്കടുത്തുള്ള രാമപുരത്തെ ക്ഷേത്രത്തിന് എന്താ പ്രത്യേകത എന്ന് അറിയോ? അറിയില്ല. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 3 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ പറയുന്ന നാലമ്പലങ്ങളും ഉള്ളത്. തൃശ്ശൂർ ഉള്ളത് ഒരെണ്ണം അങ്കമാലി, ഒന്ന് തൃശ്ശൂര്, അങ്ങനെ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഈ പറയുന്ന നാലമ്പലങ്ങളും ഉള്ളത്. അപ്പൊ നമ്മള് രാമപുരത്ത് പോവാണെന്നുണ്ടെങ്കിൽ ഒറ്റ പോക്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ആ നാലമ്പലം തൊഴുതിട്ട് തിരിച്ചു വരാൻ പറ്റും. അതെ. അപ്പൊ ഇതിനകത്ത് വേറൊരു ഐതിഹ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ രാമന്റെ ക്ഷേത്രത്തിൽ പോയത് തൊഴുത് ഈ പറയുന്ന ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്ന ക്ഷേത്രങ്ങളൊക്കെ തൊഴുതിട്ട് തിരിച്ച് രാമന്റെ അമ്പലത്തില് ഉച്ചപൂജന്റെ മുന്നേ വന്ന് ദർശനം നടത്തുന്ന ആൾക്കാർക്ക് മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങളോ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പോകും എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു അമ്പലത്തിലാണ്. അപ്പൊ ഞങ്ങൾ എറണാകുളത്തായതുകൊണ്ടും ഈ പറയുന്ന എന്താ പറയാ, ഒരു ഇതിൽ പോകുമ്പോഴത്തേക്കും ഈ നാലമ്പലവും നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ഈ രാമപുരത്തെ ക്ഷേത്രത്തില് പോയിട്ടുണ്ടായിരുന്നു കർക്കിടക മാസം 1-ാം തീയതി. അപ്പോൾ ഈ പോയ അമ്പലങ്ങളിലെ വീഡിയോസും കാഴ്ചകളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നാലമ്പലത്തിലെ ആദ്യത്തെ ക്ഷേത്രമായ രാമസ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. തിരിച്ച് ഞങ്ങൾ ഈ നാലമ്പലം തൊഴുത് കഴിഞ്ഞ് തിരിച്ച് രാമക്ഷേത്രത്തിൽ വന്നപ്പോൾ എടുത്തതാണ്. രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു തൊഴാൻ വേണ്ടി, അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് രണ്ടാമത്തെ ക്ഷേത്രമായ ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. നേർച്ച വെക്കുന്നത് ശംഖ്, ചക്ര, ഗദ, പുഷ്പം. ഇത് നമ്മൾ ലക്ഷ്മണസ്വാമിക്ക് സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കും എന്നാണ് ഐതിഹ്യം. ഇത് മൂന്നാമത്തെ ക്ഷേത്രമായ ശ്രീ ഭരത സ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഭരതസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിൽ തന്നെ അമ്പലക്കുളത്തിൽ മീനൂട്ട് കടവ് എന്നാണ് പറയുന്നത്. അവിടെ മീനിന് നമുക്ക് ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. മലരാണ് നമ്മൾ കൊടുക്കുന്നത്.
ഇത് നാലമ്പല ദർശനത്തിലെ അവസാന അമ്പലമായ ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 4 അമ്പലങ്ങളുടെ ദർശനം കഴിഞ്ഞിട്ട് തിരിച്ച് രാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.